പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം. ആദ്യം നമുക്ക് ശ്ലോകം ശ്രദ്ധിക്കാം. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപഃ നയോത്സ്യൈതി ഗോവിന്ദമുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏവം ഉക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരന്തപഃ ന യോത്സ്യേ ഗോവിന്ദം ഇതി ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. അടുത്തതായി മേൽ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ അന്വയം നിങ്ങൾ ശ്രദ്ധിക്കുക. സഞ്ജയഃ ഉവാച പരന്തപഃ ഗുഡാകേശഃ ഹൃഷീകേശം ഏവം ഉക്ത്വാ പുനഃ അപി ന യോത്സ്യ ഇതി ഗോവിന്ദം പ്രതി ഉക്ത്വാ തൂഷ്ണീം ബഭൂവ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. സഞ്ജയൻ യുദ്ധത്തിൻ്റെ ഗതി വിവരങ്ങളാണ് ധൃതരാഷ്ട്രയെ ധരിപ്പിക്കുന്നത്. അല്ലയോ രാജാവായ ധൃതരാഷ്ട്രർ, ശത്രുതാപനായ അർജുനൻ ഇപ്രകാരം ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞ നിർവഹിച്ചുകൊണ്ട് മൗനിയായി അനങ്ങാതെ ആ തേർത്തട്ടിൽ ഇരുന്നു. ഇതാകുന്നു ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. നമസ്തേ.